ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ അണ്ണാ DMKയുമായി സഖ്യമുണ്ടാക്കാൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ SDPI തീരുമാനം. മത്സരിക്കാൻ താൽപ്പര്യമുള്ള 6 ലോക്സഭാ മണ്ഡലങ്ങളുടെ പട്ടിക തയ്യാറാക്കിയിട്ടുണ്ടെങ്കിലും 2 സീറ്റുകൾ ആവശ്യപ്പെടാനാണ് SDPIയുടെ തീരുമാനം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ചെന്നൈ സെൻട്രൽ കൂടാതെ രാമനാഥപുരം, മയിലാടുതുറൈ, പൊള്ളാച്ചി, ദിണ്ടിഗൽ, ഈറോഡ് സീറ്റുകളാണ് പട്ടികയിലുള്ളത്. സഖ്യപ്രഖ്യാപനം ഇതുവരെ നടന്നിട്ടില്ലെങ്കിലും സീറ്റ് പങ്കിടൽ ചർച്ച അടുത്ത ആഴ്ച ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ട്. BJP സഖ്യം അവസാനിപ്പിച്ച സാഹചര്യത്തിലാണ് SDPIയുമായി ധാരണയുണ്ടാക്കാൻ അണ്ണാ DMK നീക്കം തുടങ്ങിയത്. BJPയുമായി ബന്ധം സ്ഥാപിച്ചത് വഴി നഷ്ടമായ ന്യൂനപക്ഷ പിന്തുണ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തിരികെ പിടിക്കാനുള്ള ശ്രമത്തിലാണ് അണ്ണാ DMK. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. മുസ്ലിം ലീഗ്, മനിതനേയ മക്കൾ കക്ഷി എന്നീ പാർട്ടികൾ DMK സഖ്യത്തിൽ തുടരുന്ന രാഷ്ട്രീയ സാഹചര്യത്തിലാണ് SDPIയെ കൂടെ കൂട്ടാനുള്ള അണ്ണാ DMKയുടെ ഈ തന്ത്രം. അടുത്തിടെ മധുരയിൽ SDPI സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തിൽ മുൻ മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമിയും പങ്കെടുത്തിരുന്നു. കഴിഞ്ഞ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ TTV ദിനകരൻ്റെ അമ്മ മക്കൾ മുന്നേറ്റ കഴകം പാർട്ടിക്കൊപ്പമായിരുന്നു SDPI. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചെന്നൈ സെൻട്രൽ മണ്ഡലത്തിൽ മത്സരിച്ച പാർട്ടി സ്ഥാനാർത്ഥി 25,000 വോട്ടുകൾ പിടിച്ചിരുന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.